ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ISLൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. 1-നെതിരെ 2 ഗോളുകൾക്കാണ് ഈസ്റ്റ് ബംഗാൾ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിൽ ആധിപത്യം പുലർത്തിയത് ഈസ്റ്റ് ബംഗാൾ തന്നെയാണ്. പ്രത്യേകിച്ച് കൂടുതൽ ആക്രമണങ്ങൾ നെയ്തെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മത്സരത്തിൻ്റെ അവസാനത്തിലൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഒരു തിരിച്ചുവരവിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വിസ്മരിക്കുന്നില്ല. പക്ഷേ അതൊന്നും ഫലം കാണാതെ പോവുകയായിരുന്നു. ഏതായാലും ബ്ലാസ്റ്റേഴ്സിലെ ചില താരങ്ങൾക്കെതിരെ ആരാധകരിൽ നിന്ന് തന്നെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. പ്രധാനമായും 3 താരങ്ങൾക്കാണ് വിമർശനങ്ങൾ ലഭിക്കുന്നത്. ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ്, അതുപോലെ തന്നെ മിലോസ് ഡ്രിൻസിച്ച്, അതുപോലെ തന്നെ നോവ സദോയി എന്നിവർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആരാധകർ വന്നിട്ടുണ്ട്. ഒരു ആരാധകന്റെ അഭിപ്രായം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ അഭിപ്രായത്തിന്റെ പേരിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കുറ്റപ്പെടുത്താം, പക്ഷെ ഞാനിത് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നോവ സദോയി, സച്ചിൻ സുരേഷ്, മിലോസ് ഡ്രിൻസിച്ച് എന്നീ 3 താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സ് വിൽക്കണം. പകരം മികച്ച ഒരു സ്ട്രൈക്കറെയോ വിങ്ങറെയോ കൊണ്ടുവരണം. കൂടാതെ തിരിയെ പോലെയുള്ള ഒരു സോളിഡ് സെന്റർ ബാക്ക് വേണം. കൂടാതെ മികച്ച ഒരു ഗോൾ കീപ്പറെയും വേണം. ചുരുങ്ങിയത് ലാറ ശർമ്മയെങ്കിലും എത്തിക്കേണ്ടതുണ്ട്. നവോച്ചയെ പോലെയുള്ള പാഷനേറ്റ് ആയിട്ടുള്ള താരങ്ങളെ കൊണ്ടുവരിക. പെപ്രയെ എന്ത് വില കൊടുത്തും ക്ലബിനകത്ത് നിലനിർത്തുക. ഇതാണ് ഈ ഒരു ആരാധകൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇതിനോട് യോജിച്ചുകൊണ്ട് മറ്റൊരു ആരാധകൻ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സച്ചിനെ ഒഴിവാക്കണം. കാരണം അബദ്ധങ്ങളോട് അബദ്ധങ്ങളാണ് അദ്ദേഹം വരുത്തി വെക്കുന്നത്. നോവയെ വേണ്ട എന്ന് പറയാനുള്ള കാരണം അദ്ദേഹം വളരെയധികം സെൽഫിഷാണ്. ഇതൊരു ടീം ഗെയിമാണ് എന്നുള്ള കാര്യം പലപ്പോഴും നോവ സദോയി മറക്കുന്നുണ്ട്. മിലോസ് ഇമ്പാക്റ്റുകൾ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. മാത്രമല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഇല്ല. ഇതാണ് മറ്റൊരു ആരാധകൻ അഭിപ്രായമായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ 3 താരങ്ങളെയും ഒഴിവാക്കണം എന്ന് തന്നെയാണ് ചില ആരാധകർ അഭിപ്രായപ്പെടുന്നത്. നോവ സദോയി മികച്ച രൂപത്തിൽ കളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഡിസിഷൻ മേക്കിംഗ് വളരെ മോശമാണ്. എപ്പോൾ ഡ്രിബിൾ ചെയ്യണം, എപ്പോൾ ഷോട്ട് ഉതിർക്കണം, അതുപോലെ തന്നെ എപ്പോൾ സഹതാരത്തിന് പാസ് നൽകണം എന്ന കാര്യത്തിലൊന്നും തന്നെ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ നോവയ്ക്ക് കഴിയുന്നില്ല. മിലോസ് ഡ്രിൻസിച്ച് കേവലം ഒരു ശരാശരി താരം മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സച്ചിൻ സുരേഷ് ആവട്ടെ ഒട്ടുമിക്ക മത്സരങ്ങളിലും ഇപ്പോൾ പിഴവുകൾ വരുത്തി വെക്കുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.